സോഷ്യൽ ലൈഫ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? ഈ റെസ്പോൺസിബിലിറ്റി ഷെയറിങ്ങിനെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു 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 സ്വന്തമായിട്ടൊരു സ്ഥാപനം ബിൽഡ് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് എന്നാണല്ലേ നമ്മൾ എപ്പോഴും മാരേജിനെ പറയുന്നത്. സോ ഇപ്പം നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് ഇപ്പോൾ ഒരു 1-2 ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ റോൾസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഫിനാൻഷ്യൽ പാർട്ടായിരിക്കണം, ഒരാൾ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി, ഈ ഫിനാൻഷ്യൽ ഡയറക്ടർ എപ്പോഴും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിലും കമ്പനിയിൽ എന്താ നടക്കുന്നത്, അവിടെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആൾക്ക് ധാരണയുണ്ടാവും അല്ലേ. അതുപോലെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് ഓക്കെ, ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ഫിനാൻഷ്യൽ ഡയറക്ടറാണ്, മണിയുടെ കാര്യം നോക്കുന്നതെന്ന് വെച്ചിട്ട് അവിടുത്തെ പ്രോഫിറ്റോ ലോസോ ഇയാൾ അറിയാതിരിക്കുന്നില്ലല്ലോ. ഇതുമുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു ദിവസം ഒരു ആൾക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിനൊരു ലീവ് എടുക്കേണ്ടി വന്നാൽ ഇയാൾ ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടുപേരെയും ഈക്വലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേ സിമിലർ തന്നെയാണ് മാരേജിൽ റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നത്. അതായത് വൈഫിനും ഹസ്ബൻഡിനും എന്തുണ്ട്, ഓരോ റോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം. അതിൽ പക്ഷേ ഓക്കെ, ഫിനാൻസ് ഞാനാണ് ഡീൽ ചെയ്യേണ്ടത്, നീ അതിനെക്കുറിച്ച് അറിയണ്ട എന്ന് പറയുന്നതും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിലാണ് ചെയ്യണത്, നീ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട എന്ന് പറയുന്നത് അവിടെ റീസണബിൾ അല്ല. നമുക്കതൊരു കമ്പനി റിലേറ്റഡ് ആയിട്ട് തോന്നുമ്പോൾ കുറച്ചുകൂടി ലോജിക്കലി നമുക്കത് മനസ്സിലാവും. പക്ഷെ മാരേജിലേക്ക് വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യും, നീ എന്തിനാ അറിയണം, അപ്പം എന്നെ സംശയമാണോ, അല്ലെങ്കിൽ ഞാനിത് കറക്റ്റായിട്ട് നോക്കില്ലേ, അല്ലെങ്കിൽ ഇത് നിന്റെ ഡ്യൂട്ടി അല്ലേ, ഞാൻ ചെയ്യുന്ന എന്തിനാ. ഇതിൽ ഓവറോൾ ഡെവലപ്മെന്റും ഫെയിലിയറും വരും.